എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ഒറോച്ചി അവനാണെങ്കിൽ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടുകയാണ്. കാരണം മാങ്ഷന്റെ ഒരു ഭാഗം മുഴുവനായിട്ടും അവൻ തീ കൊളുത്തി കഴിഞ്ഞു. മാങ്ഷന്റെ പ്രധാന ഭാഗം അങ്ങനെ കത്തി എരിയുന്നത് കണ്ട് ഒറോച്ചിക്ക് ഭയങ്കര സന്തോഷം. അതേസമയം ഫുക്രഗോജി ആണെങ്കിൽ ഒറോച്ചിക്ക് എല്ലാ സപ്പോർട്ടും കൊടുത്ത് അവനോടൊപ്പം നിൽക്കും. ഫുക്രഗോജിക്ക് കൈഡോടെ ആ ഒരു മാങ്ഷന്റെ മുക്കും മൂലയും എവിടെയാണെന്ന് കറക്റ്റ് അറിയാം. സോ എക്സ്പ്ലോഷേഴ്സ് അത് സെറ്റ് ചെയ്തിരിക്കുന്ന ആ റൂം എവിടെയാണെന്ന് എനിക്കറിയാം, ഞാൻ തീർച്ചയായിട്ടും നിനക്കത് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഒറോച്ചിയായിട്ട് നടന്നു പോവാണ്. അതേസമയം കൈഡോടെ ആൾക്കാർക്കാണെങ്കിൽ ഇതിന്റെ പിന്നിൽ ആരാണെന്ന് മനസ്സിലാവില്ല. അവര് പറ്റും പോലെ പമ്പൊക്കെ സെറ്റ് ചെയ്ത് ആ തീ അണയ്ക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ അത് നല്ല ഫോഴ്സിൽ കത്തുകയാണ്. സോ അവർ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അത് അണയ്ക്കാനായിട്ട് കഴിയില്ല. ഇവിടെ ഒറോച്ചി ഇതായിട്ട് വലിയൊരു പൊട്ടിത്തെറി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹായി ആയിട്ട് നടന്നു പോകും. സൂം ഔട്ട് ചെയ്ത കെന്നൻ ടീമും അവരാണെങ്കിൽ ഷോക്കായിട്ട് ആ ഒരു ഭാഗത്തേക്ക് ഓടിയെത്തുകയാണ്. അവിടെ മുഴുവൻ തീ അങ്ങനെ കത്തി എരിയാനായിട്ട് തുടങ്ങും. ഇതെങ്ങനെ സംഭവിച്ചു, ഇതാര് ചെയ്തു എന്ന് ചിന്തിച്ച് അവരങ്ങനെ പരസ്പരം നോക്കും. എത്രയും വേഗം മൊമന്റോസ്കി കണ്ടെത്തണം എന്ന് പറഞ്ഞ് മുൻപോട്ടേക്ക് വരുമ്പോഴായിരിക്കും ദൂരത്തായിട്ട് ഒറോച്ചിയെ കാണാം. ഒറോച്ചി ആണെങ്കിൽ ഉച്ചത്തിൽ വിളിച്ചു പറയും, കൈഡോ തീർച്ചയായിട്ടും നിന്റെ മാങ്ഷൻ ഞാൻ തകർക്കും. നാനോ കിങ്ഡം അത് ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഞാൻ സ്വന്തമാക്കിയതാണ്, അതാർക്ക് ഞാൻ വിട്ടു തരില്ല എന്ന് പറഞ്ഞ് അവൻ മുൻപോട്ടേക്ക് നോക്കുമ്പോഴായിരിക്കും കെന്നാൻ ടീമിനെ കാണുക. ണെങ്കിൽ ഒരു സെക്കൻഡ് അവരെ കണ്ട് ഫ്രീസ് ആയി പോവും. ഓ നോ, നിങ്ങൾ ഇതുവരെ മരിച്ചിട്ടില്ല അല്ലേ? ഞാൻ അറിഞ്ഞതൊക്കെ അപ്പൊ സത്യം തന്നെയാണ്. നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മുൻപിൽ ഒന്ന് നിൽക്കും. നിങ്ങളെയും ആ കൈഡോയെയും എല്ലാവരെയും ഞാൻ ഇല്ലാതാക്കും. ജീവൻ വേണമെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് ഓടിക്കോ. എന്റെ ഫസ്റ്റ് പ്രിഫറൻസ് അത് കൈഡോ ആണെന്ന് പറയും. അത് കേട്ട് അവർ പല്ല് കടിക്കുകയാണ്. കാരണം അവരുടെ ലക്ഷ്യം എത്രയും വേഗം ഇവരെ എല്ലാവരെയും ഇവിടുന്ന് തല്ലി ഓടിച്ച് ഓടാൻ ആഗ്രഹിച്ച ആ ഒരു വാനോ കിങ്ഡം അത് തിരികെ പിടിച്ച് അവന്റെ മകനെ കിങ്ങാക്കി മാറ്റണം എന്നാണ്. മാത്രമല്ല അവൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഈ ഒരു ഐലാൻഡ് അത് ഓപ്പൺ ചെയ്ത് വിടണം. അതിനുവേണ്ടി അവർ ഏത് അറ്റം വരെ പോകാനും ഇപ്പൊ തയ്യാറാണ്. ഒറോച്ചി ആണെങ്കിൽ വീണ്ടും വീണ്ടും അവരോട് ജീവൻ വേണമെങ്കിൽ അവിടുന്ന് കടന്നു പോകാനായിട്ട് പറയും. അതിനവരാണെങ്കിൽ അവിടുന്ന് കടന്നു പോകാൻ തയ്യാറാവാതെ ഒറോച്ചിക്ക് മുൻപിൽ തന്നെ നിൽക്കും. പിന്നെ ഒറോച്ചിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതും അവൻ പറഞ്ഞ കാര്യങ്ങൾ അതെല്ലാം തന്നെ അവർ കേട്ടിരുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ ആലോചിക്കുകയാണ്. ആക്ച്വലി ആ ഒരു ഐലാൻഡും അവരുടെ വംശവും അത് പ്രൊട്ടക്ട് ചെയ്യണമെന്നാണ് ഇൻഡയറക്റ്റ് ആയിട്ട് ഓടൻ അവരോട് പറഞ്ഞത്. ആ കാര്യം അവർക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. സോ എന്ത് വില കൊടുത്തും ഓടന്റെ ഈ ഐലാൻഡ് അത് ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുന്നു പറഞ്ഞ് അവരെങ്ങനെ ടെററായിട്ട് നിൽക്കും. കെന്നൻ ടീമാണെങ്കിൽ ഒരു സെക്കൻഡ് ഇപ്പൊ മൊമന്റോസ്കിയെ കുറിച്ച് ആലോചിക്കും. ഇവരിവിടെ ഒറോച്ചിയായിട്ട് ഫൈറ്റ് ചെയ്ത് നിന്ന അവന്റെ ജീവന് അത് ആപത്താണ്. സോ അവർ എത്രയും വേഗം അവിടെ നിന്ന് പോകാനായിട്ട് ശ്രമിക്കും. അതിന് ഒറോച്ചി അവൻ ഞൊട്ടിയിടയിൽ അവന്റെ ആ ബീസ്റ്റ് ഫോമിലേക്ക് മാറി അവരെ അറ്റാക്ക് ചെയ്യാൻ തയ്യാറാവുകയാണ്. ഒരു കാരണവശാലും നിങ്ങൾ ജീവനോട് കൂടെ ഇവിടുന്ന് കടന്നു പോകില്ല. ഞാൻ ഈ ഒരു ഐലാൻഡിന്റെ ഷോഗഡാണ്. കോസുക്കി ക്ലാൻ അവരാണ് എന്റെ ക്ലാനെ ഇല്ലാതാക്കിയത്. അതുപോലെ തന്നെ ഈ ഒരു ഐലാൻഡ് അത് ഞാൻ പിടിച്ചെടുക്കണം എന്ന് ആഗ്രഹിച്ചു. കോസുക്കി ക്ലാനുള്ള ഒരാളെ പോലും ഞാനിവിടെ ജീവിക്കാനായിട്ട് അനുവദിക്കില്ല. അതെന്റെ റിവഞ്ചാണ്. അതിനപ്പുറത്തേക്ക് ഞാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. എനിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ആര് വന്നാലും അവരെ ഞാൻ ഇല്ലാതാക്കും. പിന്നാണെങ്കിൽ അവൻ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് അവനെ തുറച്ചു നോക്കുകയാണ്. അത് കാണുമ്പോൾ ഒറോച്ചിക്കാണെങ്കിൽ ഒരു സെക്കൻഡ് ഓടനെ ഓർമ്മ വരും. ഓടൻ എങ്ങനെയാണോ എന്നെ നോക്കി കണ്ണു തുറപ്പിച്ച് നോക്കിയത് അതുപോലെ തന്നെയായിരിക്കും കിന്നിന്റെ കണ്ണ് കാണുമ്പോൾ അവന് ഫീൽ ചെയ്യുക. എന്നെ ഒരു കാരണവശാലും അങ്ങനെ നോക്കാനായിട്ട് പാടില്ല. ഈ ഐലാൻഡിന്റെ ഷോഗനാണ്. സോ നിങ്ങൾ എല്ലാവരും എനിക്ക് വിധേയപ്പെട്ട് നിൽക്കേണ്ടവരാണ്. അങ്ങനെ ആരെങ്കിലും എനിക്കെതിരെ വന്നാൽ അവരെ ഞാൻ വെട്ടി വീഴ്ത്തും. കെന്നാണെങ്കിൽ രണ്ടാമോ ചിന്തിക്കില്ല. അവന്റെ സ്ക്വാഡ് അങ്ങനെ നീട്ടി ഒറോച്ചിയെ 2 കഷ്ണമാക്കി വെട്ടി താഴെ ഇടുകയാണ്. ഫുക്രഗോജി ആണെങ്കിൽ അത് കണ്ട് ഒരു സെക്കൻഡ് ഷോക്കായി അവരെ ടെററായിട്ട് നോക്കും. പിന്നെ റൈസോ ആണെങ്കിൽ ടേൺ ചെയ്ത് അവനോട് പറയും, എനിക്കറിയാം നീ ഒറോച്ചിയുടെ നല്ലൊരു അസിസ്റ്റന്റ് ആയിരുന്നു. തീർച്ചയായിട്ടും ഒറോച്ചിക്ക് വേണ്ടി നീ ഞങ്ങളോട് ഫൈറ്റ് ചെയ്യുമെന്ന്. പക്ഷെ ഇപ്പൊ റിവഞ്ച് ചെയ്യാൻ ഞങ്ങൾക്ക് സമയമില്ല, ഞങ്ങൾക്ക് പോയേ പറ്റൂന്ന് പറഞ്ഞ് അവർ കടന്നു പോകും. മറ്റൊരു ഭാഗത്ത് കൈഡോ ആണെങ്കിൽ ലൂഫിയെ പിടിച്ചു വലിച്ച് പഞ്ചം പുറഞ്ഞ് തല്ലുകയാണ്. അവരെത്രയൊക്കെ ശ്രമിച്ചിട്ടും അവരെ കൊണ്ട് കൈഡോയെയും ബിഗ് മോമിനെയും തിരികെ തല്ലാനായിട്ട് കഴിയില്ല. ഇവിടെ ഈ ഒരു ഫൈറ്റില് ആ മാങ്ഷൻ മുഴുവൻ കിടുങ്ങി വിറയ്ക്കുകയാണ്. കിന്നിനും ടീമിനും ആണെങ്കിൽ അല്പം പേടി തോന്നും. അതിന് കിന്ന് ലൂഫിയെ കുറിച്ച് ഒരു സെക്കൻഡ് ആലോചിച്ച് അവരോട് പറയും, ടെൻഷൻ ആവേണ്ട കാര്യമില്ല, ലൂഫിക്ക് ഒന്നും സംഭവിക്കില്ല. തീർച്ചയായിട്ടും അവൻ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. കൈഡോ ആണെങ്കിൽ തീർത്തു പറയും, നിങ്ങളുടെ ഈ സ്ട്രെങ്ത് കൊണ്ടൊന്നും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞങ്ങളെ തകർത്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്കുള്ളതെല്ലാം ഞാൻ പിടിച്ചെടുക്കും. ലൂഫിക്കാണെങ്കിൽ അത് കേട്ട് കൺട്രോൾ പോവും. നിങ്ങളെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. ഞങ്ങളുടെ പവറും സ്ട്രെങ്ത്തും എന്താണെന്ന് ഇത് നിങ്ങൾ അടുത്ത നിമിഷം അറിയുമെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കും. കട്ട് ചെയ്ത ബിഗ് മോമും കൈഡോയും അവർ രണ്ടുപേരും കമ്പൈൻ ചെയ്ത് ലൂഫിയെ ആഞ്ഞെട്ടിക്കുകയാണ്. അവനെ കൊണ്ടാണെങ്കിൽ ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. അടുത്ത നിമിഷം ബിഗ് മോം ആണെങ്കിൽ യൂസ്റ്റസ് കിഡിനെയും സോറോയെയും ലൂഫിയെയും തൂക്കിയെടുത്ത് ആഞ്ഞൊരടി. ലോ ആണെങ്കിൽ ജസ്റ്റ് മിസ്സിന് അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടും. പക്ഷെ അവനെ കൊണ്ട് പറ്റും പോലെ അവളുടെ അറ്റാക്ക് അവൻ ഷാമ്പിൾ ചെയ്ത് വിടുകയാണ്. ലൂഫിക്കാണെങ്കിൽ അവന്റെ ക്ഷമ നശിക്കും. പക്ഷെ അവനെ കൊണ്ടാണെങ്കിൽ ബിഗ് മോമിനെ അറ്റാക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അവൻ ബിഗ് മോമിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കൈഡോ അവനിടയിൽ വരും. കൈഡോയെ അറ്റാക്ക് ചെയ്ത് തോൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ബിഗ് മോം അവളും ഇടയിൽ വന്ന് അവരുടെ പ്ലാനുകളെല്ലാം തകർത്ത് കളയും.
ാണെങ്കിൽ ഇപ്പൊ ലൂഫിയുടെ വീമ്പടി കേട്ട് അവന്റെ കൺട്രോൾ പോവും. നീ വെറുതെ നിങ്ങളെ തോൽപ്പിക്കും, വാനോക്കിന്നെ തിരികെ പിടിക്കുമെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. നിങ്ങൾ എല്ലാവരും വീക്കാണ്, നിങ്ങളെ കൊണ്ട് പ്രോപ്പറായിട്ട് അറ്റാക്ക് ചെയ്യാൻ പോലും കഴിവില്ല, പിന്നെന്തിനാ വീണ്ടും ഇതെന്നെ പറഞ്ഞ് വെറുപ്പിച്ചുകൊണ്ടിരിക്കണേ. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഫൈറ്റ് ചെയ്ത് നീ തോൽപ്പിച്ച് കാണിക്കേ. അത് കേട്ട് ലൂഫി അവൻ ഒരു സെക്കൻഡ് അവസാനമായിട്ട് കിന്നു പറഞ്ഞ കാര്യങ്ങൾ അത് ആലോചിക്കുകയാണ്. ലൂഫി കരുതുന്നത് കിൻ അവൻ മരണപ്പെട്ടു എന്നാണ്. അവസാനമായിട്ട് അവൻ ലൂഫിയോട് ആവശ്യപ്പെട്ടത് എങ്ങനെയെങ്കിലും ഓടന്റെ ആഗ്രഹപ്രകാരം വാനോ കിൻഡം അത് കൈഡോയുടെയും ഒറോച്ചിയുടെയും കയ്യിൽ നിന്ന് പിടിക്കണമെന്നും ആ ഒരു ഐലാൻഡ് അത് മൊമന്റോസ്ക്ക് ഏൽപ്പിച്ച് ഓപ്പൺ ചെയ്യണമെന്നാണ് കെന്നാണെങ്കിൽ അവസാനമായിട്ട് ലൂഫിയോട് പറഞ്ഞത്. അതെങ്ങനെയെങ്കിലും ലൂഫിക്ക് സാധിച്ചു കൊടുത്തേ പറ്റൂ. അതുകൊണ്ട് അവനാണെങ്കിൽ ടെററായിട്ട് അങ്ങനെ ടേൺ ചെയ്ത് ഇപ്പൊ കൈഡോട് പറയും, എനിക്ക് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അത് ചെയ്തു തീർക്കാതെ ഞാൻ എൻ്റെ ഡയലോഗ് നിർത്തില്ല, എൻ്റെ പ്രവർത്തനവും സ്റ്റോപ്പ് ചെയ്യില്ല. കൈഡോ ആണെങ്കിൽ അത് കേട്ട് പരിഹസിച്ച് ചിരിക്കുകയാണ്. നിങ്ങളെ കൊണ്ട് ഈ വാനോ കിന്നം തിരികെ പിടിക്കാനാവില്ല. ഇത് തിരികെ പിടിക്കുന്നതും ഇതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പോകുന്നതും ഇത് ഭരിക്കാൻ പോകുന്നതും ഞാൻ മാത്രമാണ്, സാക്ഷാൽ കൈഡോ. ഇനി മുതൽ ഫിച്ചർ പൈററ്റ് കിങ് ആവാൻ പോകുന്ന കൈഡോയുടേതാണ് ഈ ഒരു വലിയ ഐലാൻഡ്. ഇത് ഞാൻ ആർക്കും വിട്ടു തരില്ല. നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ആളെയും ആ ഒരു സ്ഥാനവും അതൊന്നും തന്നെ ഇനി നിങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയില്ല. ലൂഫി, തീർച്ചയായിട്ടും നിന്നെ ഞാൻ കൊന്ന് ഹെവനിലേക്ക് അയക്കും. അത് കേട്ട സോറോ അവനാണെങ്കിൽ ദേഷ്യപ്പെട്ട് വിളിച്ചു പറയും, എന്റെ ക്യാപ്റ്റനെ തൊട്ട തീർച്ചയായിട്ടും അവൻ പോകുന്ന സ്ഥലത്തേക്ക് ഞാനും പോവും. അത് കേട്ട് കൈഡോയ്ക്കാണെങ്കിൽ ചത്താ മതിയെന്നാവും. ഓ നോ, നിങ്ങളും ഓടന്റെ അസിസ്റ്റൻസിനെ പോലെ തന്നെയാണല്ലേ. അവരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് അടി കിട്ടിയ ബാക്കിയുള്ളവരെല്ലാവരും ഓടി അടുക്കും. അവർക്ക് അവരുടെ ജീവനെ കുറിച്ച് ഓർത്ത് യാതൊരു പേടിയുമില്ല. നിങ്ങളിങ്ങനെ വെറുതെ മണ്ടത്തരം കാണിക്കരുത്. ജീവൻ വേണമെങ്കിൽ ജീവനും കൊണ്ട് ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടോ, അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. കൈഡോ ആണെങ്കിൽ സോറോ അവൻ എന്തെങ്കിലും ചെയ്തതിന് മുൻപേ അവനെ അടിക്കാനായിട്ട് കൈ ഓങ്ങുകയാണ്. ആ സമയം ലൂഫി അവൻ കറക്റ്റായിട്ട് ഇടയിലേക്ക് ചാടി വീണ് അവന്റെ കൈ ബ്ലോക്ക് ചെയ്യും. ലൂഫി അവന്റെ കൈ തട്ടി മാറ്റി കൈ ചുരുട്ടി അവന്റെ വയറ്റിൽ തന്നെ ആഞ്ഞൊരട്ടി അത് കറക്റ്റായിട്ട് കൊണ്ട് അവൻ ദൂരേക്ക് തെറിച്ചു പോവാണ്. ലൂഫി ടെററായിട്ട് വിളിച്ചു പറയും, എന്റെ പ്രധാന ഉദ്ദേശം അതിതൊന്നുമല്ല, നിന്നെ ഓടിച്ചിട്ട് തല്ലി കൊല്ലുക. അതാണ് എന്റെ പ്രധാന ലക്ഷ്യം. ലൂഫി ആണെങ്കിൽ സോറോയ്ക്ക് നേരെ ടേൺ ചെയ്യും. ഞാൻ ഹെവനിലേക്കോ ഹെല്ലിലേക്കോ പോകുന്നില്ല, ഫൈറ്റ് ചെയ്യാൻ പോവാണ്. നീയും എന്നോടൊപ്പം ഫൈറ്റ് ചെയ്യാനായിട്ട് പറയും. അത് കേട്ട് ബാക്കിയുള്ള രണ്ടുപേര് ആണെങ്കിൽ കൺട്രോൾ പോവും. ലൂഫി, യു ആർ അൺബിലീവബിൾ. നമ്മളെല്ലാവരും ഇപ്പോൾ ഒറ്റക്കെട്ടാണ്. നിങ്ങൾ മാത്രം നിങ്ങളുടെ ടീംമേറ്റുമായിട്ട് സംസാരിക്കുകയാണോ? നിങ്ങളെയും നിങ്ങളോടൊപ്പം കൂട്ട്. അത് കേട്ട് ലൂഫിക്ക് ചിരി വരും. ലൂഫി ആണെങ്കിൽ അടുത്ത നിമിഷം കൈഡോയ്ക്ക് നേരെ പാഞ്ഞടുക്കും. അത് കണ്ട് ബിഗ് മോം ആണെങ്കിൽ അവന്റെ അടുത്തേക്ക് വരും. ആ സമയം സോറോ അവൻ ബിഗ് മോമുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. കൈഡോ ആണെങ്കിൽ ലൂഫിയെ അട്ടിച്ച് തെറിപ്പിക്കും. അത് കണ്ട യൂസ്റ്റസ് കിഡും ട്രഫാർഗർ ലോയും അവർ രണ്ടുപേരും ലൂഫിയുടെ ഓരോ കൈകൾ വലിച്ചു പിടിച്ച് വീണ്ടും കൈഡോയ്ക്ക് നേരെ വലിച്ചെറിയും. ആ ഒരു ഗ്യാപ്പില് ലൂഫി ആണെങ്കിൽ കൈഡോയെ ആഞ്ഞെട്ടിക്കുകയാണ്. ഇവിടെ ബിഗ് മോം അവൾ നൈസായിട്ട് ടേൺ ചെയ്ത് ഇപ്പൊ ലൂഫിയെ തകർക്കാനായി തട്ടി മാറ്റി ലൂഫിക്ക് നേരെ വരികയാണ്. ഇവിടെ ലോ ആണെങ്കിൽ വലിയൊരു ഇരുമ്പ് പെട്ടി അത് ക്രിയേറ്റ് ചെയ്ത് ആ ക്ലൗഡിനെ അത് ലോക്ക് ചെയ്യും. അതാണ് പെട്ടിക്കുള്ളിൽ കിടന്ന് പിടയ്ക്കുന്ന സമയത്ത് ഇവിടെ കില്ലറും സോറോയും അവർ രണ്ടുപേരും ചേർന്ന് ആ സൺ പവറിനെ അച്ചറം പൊച്ചറം വെട്ടും. യൂസ്റ്റസ് കിഡ് ആണെങ്കിൽ ഇപ്പൊ ബിഗ് മോമിനെ അച്ചറം പൊച്ചറം അറ്റാക്ക് ചെയ്യും. അതിനവൾ കൈ ചുരുട്ടി യൂസ്റ്റസ് കിഡിന്റെ മുഖത്ത് പഞ്ച് ചെയ്യും. അവനാണെങ്കിൽ ഒരു മെറ്റൽ കണക്ട് ചെയ്ത് ബിഗ് മോമിനെ മുകളിലേക്ക് ഫ്ലൈ ചെയ്ത് വിടുവിപ്പിക്കും. അടുത്തായിട്ട് ലോയാണെങ്കിൽ വലിയൊരു കല്ലെടുത്ത് അവളുടെ മുഖത്ത് ആഞ്ഞടിക്കും. ആ ഒരു അടിയിൽ അവൾ വീണ്ടും ദൂരേക്ക് അങ്ങനെ നീങ്ങി പോവാണ്. സോറോ മോം നിൽക്കുന്ന ഭാഗത്ത് അങ്ങനെ ആഞ്ഞു വെട്ടും. ആ ഒരു വെട്ടലില് ആ ഒരു ഭാഗം അത് രണ്ടായിട്ട് പിളർന്ന് ബിഗ് മോം അവൾ ദൂരേക്ക് മാറിപ്പോവും. അടുത്ത നിമിഷം കൺട്രോൾ പോയ ബിഗ് മോം ആണെങ്കിൽ താഴേക്ക് അങ്ങനെ തെറിച്ചു പോവാണ്. അവളെ ഇപ്പൊ രക്ഷിക്കാനായിട്ട് അവളുടെ ക്ലൗഡോ സൺ പവറോ അവിടെ ഇല്ല. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.